സംസാരിച്ചോ ഓക്കെയാണ്. നമസ്കാരം, എൻ്റെ പേര് രജിൽ. എൻ്റെ ചോദ്യം ഇടതുപക്ഷ പ്രതിനിധിയോടാണ്. ഇന്ന് കേരളത്തിൽ യുവാക്കളുടെ തൊഴിലില്ലായ്മ നിരക്ക് പറഞ്ഞത് 30%. അതായത് നമ്മൾ ഇന്ത്യയിലെ തൊഴിലില്ലായ്മ നിരക്ക് 4.9% ആണെങ്കിൽ യുവാക്കളുടെ തൊഴിലില്ലായ്മ നിരക്ക് പറഞ്ഞത് കേരളത്തിൽ 29.6% ആണ്. അതേപോലെ കേരളത്തിൽ നിന്ന് 2023 പുറത്തു വന്നിട്ടുള്ള കണക്കുകൾ പ്രകാരം പറയുന്നത് 2.5 ലക്ഷം കുട്ടികൾ വിദേശത്തേക്ക് പഠിക്കാൻ പോയി എന്നാണ്. അതിൽ തന്നെ 5 ലക്ഷം ഒരു വർഷം വരുമാനമുള്ള ആൾക്കാരിൽ 60% കുട്ടികൾ വിദേശത്തേക്ക് പോയി എന്ന് പറയുമ്പോഴാണ് അതിൻ്റെ തീവ്രത നമ്മൾക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒരുപാട് വീഴ്ചകൾ വന്നിട്ടുണ്ട് നമുക്ക്. ഇപ്പോൾ ആരോഗ്യ മേഖലയിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾക്ക് ഹിന്ദു പേപ്പറിൽ ഇപ്പോൾ അടുത്ത് തന്നെ ഒരു വാർത്ത വന്നിരുന്നു, മെഡിക്കൽ മെഷീനറികളുടെ ഫണ്ട് ഷോർട്ടേജ് വന്നിട്ട് സപ്ലൈ നിന്നു എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് LDFിൻ്റെ ടാഗ് ലൈൻ പറയുന്നത് LDF അല്ലാതെ മറ്റാരുണ്ട്. ഇത് ജനങ്ങളെ പരിഹസിക്കുന്നതിന് തുല്യമല്ലേ. കാരണം LDFിൻ്റെ വീഴ്ചകളെ ചൂണ്ടിക്കാട്ടുമ്പോൾ അത് ജനവിരുദ്ധമാവുന്നില്ല ഒരിക്കലും. നമ്മളിവിടെ മതവും ജാതിയും അല്ല ചർച്ച ചെയ്യേണ്ടത്, ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളാണ്. ഇപ്പോൾ ഇതൊക്കെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങൾ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്നുണ്ട്, രോഗികൾ അനുഭവിക്കുന്നുണ്ട്. മെഡിക്കൽ കോളേജിൽ പോകുന്നത് സാധാരണക്കാരായ രോഗികളാണ്. ഇപ്പോൾ ഒരു ദിവസം ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിൽ പോകണമെങ്കിൽ നമുക്ക് എത്ര പൈസ വേണം? 2-3 ലക്ഷം വേണം. പക്ഷേ അതുകൊണ്ടാണ് നമ്മൾ മെഡിക്കൽ കോളേജിൽ പോകുന്നത്. അവിടെ വെന്റിലേറ്റർ കിട്ടാതെ രോഗി മരിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു? നമ്മൾ എത്ര പുരോഗമിച്ചു കഴിഞ്ഞാലും അത് നമ്മുടെ വീഴ്ചയല്ലേ. ഇത്തരം വീഴ്ചകൾ ചൂണ്ടിക്കാട്ടുമ്പോൾ നമ്മൾ LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന ടാഗ് ലൈൻ ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളോട് പറഞ്ഞ വീഴ്ചകൾ നിങ്ങൾ സഹിഷ്ണുതയോടെ ഉത്തരം പറയണ്ടേ. നമ്മളെപ്പോഴും സാമൂഹിക മാധ്യമങ്ങൾ ഇത് പറയുമ്പോൾ നമ്മൾ തെറിവിളികളാണ് കേൾക്കുന്നത്. അപ്പോൾ LDF ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന് നമ്മൾ പറഞ്ഞത് ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിനൊപ്പം ഒരുപാട് വീഴ്ചകളും ഉണ്ടായിട്ടുണ്ട്. ആ വീഴ്ചകളാണ് നമ്മൾ ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ അതിനൊരു പരിഹാരം എന്നതിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത്? ആരോഗ്യ മേഖല, അതേപോലെ വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോൾ LDFിൻ്റെ പ്രകടന പത്രിക പറയുന്നത് എല്ലാവർക്കും ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് വഴി തൊഴിൽ ലഭ്യമാക്കുന്നതാണ്. പക്ഷേ ഇന്ന് നമ്മൾ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ തൊഴിലില്ലായ്മയാണ്. അപ്പോൾ ഇതിൽ ഇപ്പോൾ നമ്മൾക്ക് പറയാം, നമ്മളിപ്പോൾ യുദ്ധം കാരണം ഇന്ന് നിരവധി തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുമെന്ന് പറയുന്നത് വിദേശത്തടക്കം. അപ്പോൾ ഇതിൽ നമ്മൾ എങ്ങനെയാണ് എല്ലാവർക്കും തൊഴിൽ സാധ്യമാവുക? എന്തൊക്കെ നടപടികളാണ് നിങ്ങൾ ഭാവിയിൽ പ്ലാൻ ചെയ്യുന്നത് അറിയാൻ ആഗ്രഹമുണ്ട്. അതേപോലെ കോൺഗ്രസ് പ്രതിനിധിയോടുകൂടി ഒരു ചോദ്യം ചോദിക്കുകയാണ്. നമ്മൾ പ്രകടന പത്രികയിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് KSRTCയിൽ വനിതകൾക്ക് സൗജന്യ യാത്ര. ഇത് നമ്മളെ KSRTC കൂടുതലേക്ക് നഷ്ടത്തിലേക്ക് തള്ളിവിടാൻ സാധ്യതയുണ്ടോ? അതിന് നല്ല പഠനങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. ഓക്കെ, തൊഴിലില്ലായ്മ സംബന്ധിച്ചുള്ളൊരു ചോദ്യമാണ്. അഫ്സൽ തന്നെയാണ് അതിന് മറുപടി നൽകേണ്ടത്. നമ്മുടെ ഈ തൊഴിലില്ലായ്മയുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുന്ന ഘട്ടത്തിൽ സമീപകാലയളവിൽ UPSCയുടെ ഒരു കണക്ക് പുറത്തു വന്നിട്ടുണ്ട്. UPSCയുടെ കണക്കിൽ ഇന്ത്യ രാജ്യത്ത് PSC നിയമനവുമായി ബന്ധപ്പെട്ടാണ് കണക്ക് വന്നത്. ഇന്ത്യ രാജ്യത്ത് 100 ആളുകളെ നിയമിക്കുമ്പോൾ 60 പേരെ നിയമിക്കുന്നത് കേരളത്തിലാണ് എന്നുള്ളത് UPSC പുറപ്പെടുവിച്ച കണക്കാണ്. ഇവിടെ ആ കണക്ക് മാത്രം ഉദ്ധരിച്ചുകൊണ്ടല്ല ഞങ്ങളിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് കേരളത്തിലെ ജനസംഖ്യ എന്ന് പറയുന്നത് കേവലം 3%. 3% ജനസംഖ്യയുള്ള കേരളത്തിലാണ് 100 പേരെ നിയമിക്കുമ്പോൾ 60 പേരെ ഈ പറയുന്ന കേരള PSC ഇന്ത്യ രാജ്യത്ത് കേരള PSC വഴി 60 പേരെ നിയമിക്കുന്നു എന്നുള്ളത് ഈ തൊഴിലില്ലായ്മയുമായി ബന്ധപ്പെട്ട് ആഗോളതലത്തിലെ ഒരു പ്രശ്നം തന്നെയാണ്. ഇപ്പം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ ഇവിടെ അഭ്യസ്ത വിദ്യരാണ്. അഭ്യസ്ത വിദ്യർ എന്ന് പറഞ്ഞാൽ ഇവിടെ ബിരുദം കഴിഞ്ഞവരാണ്, ബിരുദാനന്തര ബിരുദം കഴിഞ്ഞവരാണ്. നമുക്കൊരു സർക്കാർ സർവീസിലേക്ക് കേരളത്തിൽ ആകെ ഇപ്പോൾ നിലവിലുള്ളത് 5 ലക്ഷം പേരാണ്. 5 ലക്ഷത്തിനും 6 ലക്ഷത്തിനും ഇടയിലാണ് ഇപ്പോൾ സർക്കാർ സർവീസിലേക്ക് ആളുകളെ നിയമിക്കാൻ വേണ്ടി പറ്റുക. ആ നിയമനം യഥാസമയം നടക്കുന്നുണ്ട്. മാത്രമല്ല നമ്മൾ സ്റ്റാർട്ടപ്പ് പദ്ധതികളിലൂടെ വ്യവസായ സംരംഭങ്ങളിലൂടെ ഈ കാലയളവിൽ നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇത് മാത്രമല്ല, ഇവിടെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചും ഇവിടെ ചിലർ പ്രതിപാദിക്കുകയുണ്ടായി. ഇവിടെ സുഹൃത്ത് ഈ പറയുന്ന ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് ചോദിച്ചു, BJPയുടെ പ്രതിനിധിയും ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് ചോദിച്ചു. നീതി ആയോഗ് നിയന്ത്രിക്കുന്നത് കേരള സർക്കാരല്ലല്ലോ. നീതി ആയോഗ് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനത്തിന് അവാർഡ് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് സംസ്ഥാനത്തിനാണ് എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. കേരളത്തിനാണ് നീതി ആയോഗ് വർഷങ്ങളായി ഈ പറയുന്ന സൗജന്യ ചികിത്സ നൽകുന്നതിന്റെ ഭാഗമായി ഇവിടെ അവാർഡുകൾ നൽകിക്കൊണ്ടേയിരിക്കുന്നത്. ഇത് മാത്രമാണോ? ഇവിടെ BJPയുടെ പ്രതിനിധി ഈ ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് പറയുന്നു, നമ്മുടെ തലശ്ശേരി ആശുപത്രിയെ കുറിച്ച് പറയുന്നു,
കേരളത്തിലെ ആശുപത്രിയെ കുറിച്ച് പറയുന്നു. ഞാൻ ബഹുമാന പുരസ്സരം അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നമ്മുടെ ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ എന്ന് പറയുന്ന പ്രദേശത്ത് അവിടെ ഒരു ആശുപത്രി ഉണ്ടായിരുന്നു. ആ ആശുപത്രിയിൽ സാധാരണ സ്റ്റെഡ് കിട്ടാത്തതിന്റെ ഭാഗമായിട്ടല്ല, മറ്റെന്തെങ്കിലും പ്രശ്നത്തിന്റെ ഭാഗമായിട്ടല്ല, സാധാരണ എല്ലാവർക്കും ലഭ്യമാക്കേണ്ട ഓക്സിജൻ കിട്ടാത്തതിന്റെ ഭാഗമായി നിരവധി കുട്ടികൾ മരിച്ച അനുഭവം നമ്മുടെ രാജ്യത്ത് ഉത്തർപ്രദേശിൽ BJP ഭരിക്കുന്ന സംസ്ഥാനത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് നാം ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട്. ഈ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ തലശ്ശേരി ഗവൺമെന്റ് ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വന്നാൽ, കാഷ്വാലിറ്റിയിലേക്ക് വന്നാൽ നിങ്ങൾക്ക് അവിടെ മാറ്റം കാണാൻ വേണ്ടി കഴിയും. ഇവിടെ അമ്മയും കുഞ്ഞും ആശുപത്രിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞല്ലോ, നിങ്ങൾ അവിടത്തേക്ക് വാ. ഏതാണ്ട് 80% പ്രവർത്തനം പൂർത്തിയായിട്ടുണ്ട്. തലശ്ശേരിയിൽ ചില പരിമിതികളുണ്ട്. എന്താ പരിമിതി? ഒരു ഭാഗത്ത് കടലാണ്, മറ്റൊരു ഭാഗത്ത് ഈ പറയുന്ന വിധത്തിൽ മലമടക്കുകളാണ്. അതുകൊണ്ട് നമുക്ക് ഈ പറയുന്ന നഗരത്തിൽ തന്നെ അമ്മയും കുഞ്ഞും ആശുപത്രി വരണമെന്നുള്ളത് കൊണ്ട് കണ്ടിക്കലാണ് സ്ഥലം കണ്ടെത്തിയത്. കണ്ടിക്കലിൽ അവിടെ ആശുപത്രി നിർമ്മിക്കുമ്പോൾ സ്വാഭാവികമായും അതിന് പെർമിഷൻ നൽകേണ്ടത് ZRZ ആണ്. ZRZന്റെ പെർമിഷൻ സാങ്കേതികമായി കിട്ടുന്നതിലുള്ള കാലതാമസം കൊണ്ടാണ്, അല്ലെ നേരത്തെ ആ പ്രവർത്തനം പൂർത്തിയാവുമായിരുന്നു. ഇവിടെ അഭിമാനത്തോടുകൂടി ഞങ്ങൾ പറയുന്നു, ആ അമ്മയും കുഞ്ഞും ആശുപത്രിയുടെ 80% പ്രവർത്തനം പൂർത്തിയായി എന്നുള്ളത്. ഇവിടെ തലശ്ശേരി ആശുപത്രിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അവിടെ തൊട്ടടുത്ത് കോട്ടയുണ്ട്. ആ കോട്ടയുള്ളത് കൊണ്ട് തന്നെ പ്രവർത്തനം നടത്തുന്നതിന് നിയമ തടസ്സമുണ്ട്. ആ നിയമ തടസ്സമുള്ളത് കൊണ്ടാണ് അമ്മയും കുഞ്ഞും ആശുപത്രിയോട് ചേർന്ന് സ്ഥലമെടുത്തുകൊണ്ട് നമ്മൾ അവിടെ ഈ പറയുന്ന ആരോഗ്യ മേഖലയിൽ എല്ലാവർക്കും സഹായകരമാവുന്ന പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇവിടെ ഇപ്പൊ BJPയുടെ പ്രതിനിധി പറയുന്നത് 70 വയസ്സ് കഴിഞ്ഞവർക്ക് സൗജന്യ ചികിത്സ നൽകുന്നില്ല എന്നുള്ളതാണ്. പ്രിയപ്പെട്ട BJP നേതാവേ, കേരളത്തിൽ 70 വയസ്സ് കഴിഞ്ഞവർക്കല്ല, എല്ലാവർക്കും തലശ്ശേരി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയാൽ, ജില്ലാ ആശുപത്രിയിൽ പോയാൽ സൗജന്യ ചികിത്സയാണ് എന്ന കാര്യം നിങ്ങൾ അറിയണം. നിങ്ങളുടെ BJP ഭരിക്കുന്ന സ്ഥലത്ത് ഇപ്പോഴും 70 വയസ്സ് കഴിഞ്ഞവരെയാണ് അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഞങ്ങൾ ജനിച്ച കുഞ്ഞു മുതൽ വൃദ്ധരായ ആളുകളെ വരെ ഇവിടെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു. തലശ്ശേരിയിൽ എന്തു ചെയ്തു എന്നതാണ് ഇവർ ചോദിച്ചത്. ഞാൻ ഇവിടെ അത് പറയാൻ തുടങ്ങിയാൽ ഇവിടെ ബഹുമാനപ്പെട്ട അനിൽ നമ്പ്യാറിന് സമയം എനിക്ക് അനുവദിക്കുന്നതിൽ കുറവുണ്ടാവുന്നത് കൊണ്ടാണ് വിശദീകരിക്കാതെ പോയിട്ടുള്ളത്. നിങ്ങളോട് ഞാൻ വേറെ കൂടുതലൊന്നും പറയുന്നില്ല. ഒന്ന് ചെറക്കര സ്കൂളിൽ ഒന്ന് പോവുക, എന്നിട്ട് കണ്ണു തുറന്ന് ഒന്ന് നോക്കുക. നിങ്ങൾ ചുണ്ടങ്ങാപ്പൊയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിൽ പോവുക, എന്നിട്ട് അവിടെ ഒന്ന് കണ്ണു തുറന്നു നോക്കുക. നിങ്ങൾ കതിരൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ പോവുക, എന്നിട്ട് അവിടെ ഒന്ന് കണ്ണു തുറന്നു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റം കാണാൻ കഴിയും. നമ്മുടെ പഞ്ചായത്തുകളിലെ ഫാമിലി ഹെൽത്ത് സെന്ററുകളിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ആരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടുള്ള മാറ്റം കാണാൻ കഴിയും. ആരാണ് കൊടുവള്ളി ROB യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത്? ആരാണ് കടൽപ്പാലം ഇത്രമാത്രം ടൂറിസ്റ്റുകൾക്ക് വരാൻ ആവശ്യമായ സൗകര്യമൊരുക്കിയത്? കഴിഞ്ഞ ഒരു മാസം മുമ്പല്ലേ ഞങ്ങൾ അനിൽ നമ്പ്യാറെ ആ പൊന്യത്തങ്കത്ത് കണ്ടത്. ആ പൊന്യത്തങ്കത്തിന്റെ ഭാഗമായി എത്ര ലക്ഷക്കണക്കിന് ആളുകളാണ് സാംസ്കാരിക പരിപാടിയിൽ പങ്കെടുക്കാൻ വരുന്നത്. അവിടെ ഈ പറയുന്ന കളരി മ്യൂസിയം ഒരുങ്ങുന്നത് നമ്മൾ കാണുകയല്ലേ. കളരി മ്യൂസിയം നിർമ്മിക്കുന്ന, അതോടൊപ്പം തന്നെ ഇവിടെ കൊടുവള്ളി ROB യാഥാർത്ഥ്യമാക്കിയ വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ പുരോഗതി കൊണ്ടുവന്നിട്ടുള്ള ഈ സർക്കാർ ഈ തലശ്ശേരി മണ്ഡലത്തിനകത്ത് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ്. സഖാവ് അഡ്വക്കേറ്റ് AN ഷംസീറിന്റെ നേതൃത്വത്തിൽ അഭൂതപൂർവമായിട്ടുള്ള വികസനം ഇവിടെ നടന്നിട്ടുണ്ട് എന്ന ഇവിടെ പറഞ്ഞു വെക്കാനുള്ളത്. പിന്നെ ഒരു കാര്യം കൂടി പറയാം. ഇവിടെ തൊട്ടടുത്ത് UDFന്റെ പ്രതിനിധി പറയാണ്. എന്താ പറയുന്നത്? 3000 രൂപ ക്ഷേമ പെൻഷൻ നൽകുമെന്നാ പറയുന്നത്. കോഴി മുട്ട കൊടുക്കാത്തവരാണ് കോഴിയെ നൽകുമെന്ന് പ്രഖ്യാപിക്കുന്നത്. 600 രൂപ 18 മാസം ഇവിടെ കുടിശ്ശികയാക്കിയിട്ടുള്ള ഈ UDFന്റെ പ്രതിനിധി കുറച്ച് ഉളുപ്പ് വേണം. ഞാനൊരു നേതാവിനെ അപഹസിക്കുന്നില്ല, അപമാനിക്കുന്നില്ല. എന്തേലും ഒരു പ്രവർത്തനം മാന്യമായ നിലയിൽ പറയുന്നതിന് വേണ്ടി തയ്യാറാവണം. പിന്നെ KSRTC അനിൽ നമ്പ്യാർ, നമ്മൾ ഇവിടെ കുറെ കാലമായല്ലോ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയിട്ട്. UDFന്റെ ഭരണകാലത്ത് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ KSRTC ലാഭത്തിലാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ മൈക്ക് ഓഫ് ആക്കി ഇപ്പോ ഈ ചർച്ചയിൽ നിന്ന് പോവാൻ തയ്യാറാണ്. എന്നിട്ട് പറയാണ് എല്ലാ കാലത്തും KSRTC
KSRTC നഷ്ടത്തിലാക്കിയിട്ടുള്ള ഇവർ സൗജന്യ യാത്ര നൽകുമെന്നുള്ളത് ഇവരിങ്ങനെ നടക്കാത്ത കുറെ സ്വപ്നമൊക്കെ പറയും. ഇവർ നേരത്തെ ഈ പറയുന്ന ഈ ചെന്നിത്തലയും സതീശനും മുഖ്യമന്ത്രിയുടെ കുപ്പായിട്ട് നടന്നിട്ടുണ്ടല്ലോ. ആ കുപ്പായൊക്കെ ഇപ്പൊ ചെതലരിച്ചിരിക്കുകയാണ്. അതിനി ഒരു കാലത്തും ഇവർക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. ഈ കേരളത്തിനകത്ത് ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വരും. അതിന് ഒരു ഘട്ടത്തിലും ഇവരുടെ ഈ തെറ്റായ പ്രചാരണം ഉപകരിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പറഞ്ഞു ആബാലവൃദ്ധ ജനങ്ങൾക്കും സൗജന്യമായിട്ട് ചികിത്സ ഉറപ്പുവരുത്തുന്നു. എന്തുകൊണ്ട് ഈ കേന്ദ്ര സർക്കാർ പദ്ധതി സർക്കാർ നടപ്പിലാക്കിയില്ല? 70 വയസ്സ് കഴിഞ്ഞവർക്ക് 5 ലക്ഷം രൂപ, ആ ഒരു പദ്ധതി എന്തുകൊണ്ട് കേരള സർക്കാർ നടപ്പിലാക്കുന്നില്ല? എന്താണ് തടസ്സം? ഇവിടെ നമ്മുടെ സർക്കാർ ഈ കേരളത്തിൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഏതെങ്കിലും ആശുപത്രിയിൽ പോയാൽ, തലശ്ശേരി ഗവൺമെന്റ് ആശുപത്രിയിൽ ഞാൻ BJP പ്രതി കൂട്ടി ഇപ്പൊ പോവാം, ഞാൻ ഏത് വിദ്യാർത്ഥിയെ കൂട്ടി ഞാൻ പോവാം, അവിടെ സൗജന്യമാണ് ചികിത്സ. അവിടെ എവിടെയാണ് പണം ലഭ്യമാകുന്നത്? ഡോക്ടർക്ക് പണം നൽകേണ്ടി വരുന്നുണ്ടോ? മരുന്നിന് പണം നൽകേണ്ടി വരുന്നുണ്ടോ? തലശ്ശേരിയിൽ മാത്രമല്ല, നിങ്ങൾ ജില്ലാ ആശുപത്രിയിലേക്ക് പോവാ. അല്ല, അതൊക്കെ ശരിയാണ് അഫ്സൽ, അതൊക്കെ സമ്മതിക്കുന്നു. പക്ഷെ എന്തുകൊണ്ട് ഈ കേന്ദ്ര സർക്കാർ പദ്ധതി നടപ്പിലാക്കുന്നില്ല? സർക്കാർ അവര് ഈ പറയുന്ന ഉത്തർപ്രദേശ് പാർട്ടി നോക്കിയിട്ടല്ലല്ലോ, എല്ലാവർക്കും ഗുണം കിട്ടുന്ന ഒരു പദ്ധതിയല്ലേ അത്? ഇവിടെ ആളുകൾ സൗജന്യ ചികിത്സ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് വേണ്ട, നൽകിക്കൊണ്ടിരിക്കുന്നിടത്ത് ഈ പറയുന്ന വിധത്തിൽ ആ പദ്ധതിയെ കുറിച്ച് ഞാനിപ്പോ കേൾക്കുന്നത് ഇപ്പോഴാണ്. അതിന്റെ മറ്റു വിശദാംശങ്ങളൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം അല്ല. പക്ഷെ ഒരു കാര്യം പറയാം, കേരളത്തിലെ എല്ലാവർക്കും സൗജന്യ ചികിത്സ ലഭിക്കുന്നുണ്ട് എന്നത് സത്യമായ കാര്യമാണ്. വേണ്ടെങ്കിൽ ഇവിടെയുള്ള ആരെ വേണമെങ്കിലും ഞാൻ ഗവൺമെന്റ് ആശുപത്രികളിൽ കൂട്ടിക്കൊണ്ടുപോയി അത് തെളിയിക്കാൻ തയ്യാറാണ് എന്നുള്ളത് എനിക്ക് പറയാൻ കഴിയും. അതുൽ, ഒരു മിനിറ്റ്, ഞാൻ വരാം. അതുലിനോടുള്ള ചോദ്യം, അതായത് KSRTCയുടെ നടുവൊടിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകും? കേരളത്തിന്റെ അകത്തുള്ള സാമ്പത്തിക മേഖല ഇവിടുത്തെ സർക്കാർ എല്ലാ വിധത്തിലും തകർത്തിരിക്കുന്ന സാഹചര്യമാണുള്ളത്. നമ്മുടെ പ്രതിപക്ഷ നേതാവ് വളരെ കൃത്യമായി നികുതി പിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്താനും നമ്മുടെ സാമ്പത്തിക സമാഹരണം കൃത്യമായി നടത്താൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തുമെന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും 1 രൂപക്ക് അരി കൊടുക്കുമെന്ന് പറഞ്ഞ UDF സർക്കാർ ആ നിലയിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ആ നിലയിൽ നമ്മൾ പ്രഖ്യാപിച്ച കാര്യങ്ങളൊക്കെ തന്നെ വളരെ കൃത്യമായി നടപ്പിലാക്കിയിട്ടുള്ള ഒരു UDF സർക്കാർ എന്ന നിലയിൽ തീർച്ചയായും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ തെലുങ്കാനയിൽ നടപ്പിലാക്കിയ പോലെ, കർണാടകയിൽ നടപ്പിലാക്കിയതുപോലെ, രാജസ്ഥാനിൽ നടപ്പിലാക്കിയതുപോലെ അങ്ങനെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ആർജവമുള്ള സംഘടനയാണ് അല്ലെ സർക്കാരായി UDF മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് ഇവിടെ വളരെ വിശാലമായിട്ട് ആരോഗ്യ മേഖലയെ പറ്റി പറഞ്ഞു. ഞാൻ എവിടെയും പോകുന്നില്ല, തലശ്ശേരി തന്നെ പോവാം. തലശ്ശേരി തന്നെ പോയി ഞാൻ എൻ്റെ അനുഭവം ഒരു കാര്യം പറയുകയാണ്. ഞാൻ ഒരു ദിവസം ബ്ലഡ് കൊടുക്കാൻ വേണ്ടി തലശ്ശേരി ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് പോയപ്പോൾ അവിടെ പോയി രാവിലെ പോയി പിന്നെ ബ്ലഡ് അരമണിക്കൂർ കൊണ്ട് കൊടുത്ത് തിരിച്ചു പോകാമെന്ന് കരുതി അവിടെ ചെന്നപ്പോൾ അവിടെ ഫിറ്റ്നസ് ചെക്ക് ചെയ്യാൻ വേണ്ടി അവിടെ ബ്ലഡ് ബാങ്കിനകത്ത് മെഡിക്കൽ ഓഫീസർ ഇല്ലാത്ത സാഹചര്യത്തിൽ അവിടുന്ന് പറഞ്ഞു കാഷ്വാലിറ്റിയിലേക്ക് പോകാൻ പറഞ്ഞു. കാഷ്വാലിറ്റിയിൽ പോയ സമയത്ത് അവിടെ നമ്മൾ കാണുന്നത് ദയനീയമായ ഒരു കാഴ്ചയാണ്. കാരണം അവിടെ ഒരു കാലിൻ്റെ ഒരു പ്രായമായിട്ടുള്ള അമ്മയുടെ കാലിന് വാഹനം കയറി അവരെ ചികിത്സിക്കുന്ന ഡോക്ടറെയാണ് നമ്മൾ കാണുന്നത്. ആ സമയത്ത് നമുക്ക് വളരെ പെട്ടെന്ന് ബ്ലഡ് കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഡോക്ടറെ അടുത്ത് നമുക്ക് ഫിറ്റ്നസ് നോക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അപ്പോൾ ആ നിലയിൽ